അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആ 4 വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചിട്ട് അത് റിദ ഫാത്തിമ എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ മയ്യത്ത് വീട്ടിൽ പോലും വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അയൽ വീട്ടിലെ മുറ്റത്താണ് വെച്ചത്. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അവർക്ക് കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യങ്ങളും വാടക വീട്ടിലാണ്. ഒരു തുണ്ട് ഭൂമി പോലും അവർക്കില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം പറഞ്ഞത്. ഇപ്പോൾ ഇതാ വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത. അവർക്കൊരു വീട് വെക്കാനുള്ള ഭൂമി ആ നാട്ടിലുള്ള ഒരാൾ തന്നെ സൗജന്യമായിട്ട് കൊടുത്തേക്കാണ്. അവർക്ക് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ചാരിറ്റി പ്രവർത്തകൻ നാസർ മാനുക്ക തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് ആ റിദ ഫാത്തിമ എന്ന് പേരുള്ള ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള സ്വപ്നം പൂവണിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത്രയും വലിയ വ്യസനത്തിനിടയിലും ഒരല്പം സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. കാരണം ആ ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു അടച്ചുറപ്പുള്ളൊരു വീടല്ല, അവരിപ്പോൾ നിൽക്കുന്നൊരു വാടക വീട്ടിലാണ്. ഇവരുടെ ഈ റിദ ഫാത്തിമയുടെ ഉപ്പ റഫീഖ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം ഹൃദ്രോഗിയാണ്. സ്വന്തം ചികിത്സക്ക് വേണ്ടിയിട്ടാണ് വീട് വിൽക്കേണ്ടി വന്നത് എന്നൊക്കെയാണ്. അതോടൊപ്പം തന്നെ വളരെ വലിയ കടബാധ്യതയിലാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായം കിട്ടേണ്ട ഒരു സാഹചര്യമാണ്. ആ ഒരു റിദ ഫാത്തിമയുടെ മയ്യത്ത് വന്നിട്ട് പോലും അത് വീട്ടിൽ വെക്കാനുള്ള സൗകര്യങ്ങളും മറ്റും ഉണ്ടായിരുന്നില്ല അവർക്ക്. അടുത്ത വീട്ടിൻ്റെ മുറ്റത്താണ് ആ മയ്യത്ത് പോലും ആളുകൾക്ക് കാണാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പം അത്രമാത്രം ഒരു സാഹചര്യത്തിലാവുമ്പോൾ നമ്മളും ആഗ്രഹിച്ച ഒന്നാണ് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോഴാണ് ആ ഒരു സന്തോഷ വാർത്ത കേട്ടത്. അവിടെയുള്ള ആരൊക്കെയോ കൂടെ കൂട്ടിയിട്ടൊരു വീട് വെച്ചു കൊടുക്കണമെന്ന് മാനുക്ക് ഇടപെടുകയും അപ്പോഴാണ് ആ കരിമ്പയിലിട്ട ഒരാൾ. കാരണം ആ ഒരു മഹലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ നിന്ന് മാറി വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അത് ആ വീട്ടുകാർക്കൊരു പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ഒരാൾ അവർക്ക് കുറച്ചൊരു 4-5 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് അവിടെ ഒരു വീട് വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. മാഷാ അല്ലാഹ്. വലിയ സങ്കടം തോന്നുന്നു വെച്ചാൽ ഇത് കാണാൻ ആ പൊന്നുമോളില്ല എന്നുള്ളതാണ്. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തം നിലക്കൊരു വീട്. റിദ ഫാത്തിമ പഠിക്കാൻ മിടിക്കുകയാണ്. ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ഏതായാലും ഇവൾക്ക് മാത്രമല്ല, റിദ ഫാത്തിമയുടെ വീട്ടുകാർക്ക് മാത്രമല്ല, മറ്റൊരു വീട്ടുകാർക്കും ഇതേപോലെ ബാത്റൂമിൻ്റെ എന്തൊക്കെയോ അസൗകര്യങ്ങളും വളരെ വലിയ പ്രയാസത്തിലും അടച്ചുറപ്പിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. അതും കൂടി പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മളും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞാനും എല്ലാവരും അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഏതായാലും നാസർ മാനുക്ക ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഞാൻ ഇന്നുള്ളത് മണ്ണാർക്കാടിനടുത്ത് മിനിഞ്ഞാന്ന് അപകടം സംഭവിച്ച തുപ്പനാട് എന്ന സ്ഥലത്താണ്. കരിമ്പന തുപ്പനാട് എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഒരുപാട് സങ്കടമാണ്. ഞങ്ങൾ ആ വീടുകളിൽ 4 വീടുകളും മരണപ്പെട്ട കുട്ടികളെ വീടുകൾ സന്ദർശിച്ചു. ഒരുപാട് വിഷമമുള്ള കുടുംബങ്ങളാണ്. അതില് ഒരു കുടുംബത്തിന് വീട് എന്ന വകുപ്പല്ല, വാടക വീട്ടിലാണ് ഒരു കുട്ടിന്റെ കുടുംബം നിൽക്കുന്നത്. മറ്റൊരു വീട് കുറച്ച് പണി കഴിഞ്ഞിട്ട് ബാക്കി പണി കഴിയാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ എന്തായാലും ഞങ്ങളെ പാണ്ടിക്കാടുള്ള അഷ്റഫ്ക ഇന്നലെ ഒരു കാര്യം വിളിച്ചു ചോദിച്ചു, മാനോ ആ വീടില്ലാത്ത ആ കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ ചോദിച്ചു. അഷ്റഫ്ക തീർച്ചയായിട്ടും നമുക്ക് വെച്ചു കൊടുക്കാം, അർഹതപ്പെട്ട കുടുംബമല്ലേ, ആ മോൾ ആഗ്രഹമല്ലായിരുന്നു വാടക വീടില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, ആ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ഏട്ടനോട്, റിവേറ വാട്ടറിന്റെ ഏട്ടനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് എന്ത് പണി തീരുമാനിച്ചോ. കുറ്റൂര് അത്രേമാനാജി പറഞ്ഞ ബനിയാസ് സ്പേക്കിന്റെ അത്രേമാനാജിക്കും വിളിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ഭാഗത്ത് എന്താ മാനോ വേണ്ടത് അത് ഏറ്റെടുത്തോ. ഞങ്ങളെ ഓടമലുള്ള അദ്വജി പറഞ്ഞ മനുഷ്യസ്നേഹമുണ്ട്, അദ്ദേഹത്തോട് ഈ കാര്യം, അദ്ദേഹം നേരത്തെ വയനാട്ടിക്ക് കുറച്ച് കാശ് തരാമെന്ന് ഏറ്റിരുന്നു. അത് ഇടക്കിടക്കിനെ വിളിച്ചുകൊണ്ട് ഒരു 3 ലക്ഷം രൂപ അവിടെ ഉണ്ട് മോനോ, അത് നീ വയനാട് ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകണം, ഞാൻ അവിടെ കൊടുന്ന് വീട്ടിൽ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ വെക്കുക അജിക്ക അർജന്റ് കേസുണ്ടാവുമ്പോൾ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഇങ്ങനെ നമ്മുടെ ഈ 4 മക്കളെ മരണം കേട്ടപ്പോൾ ഞാൻ അജിക്കാണ്ട് പറഞ്ഞ കാശ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളെ കെ സി കുഞ്ഞുട്ടിക്കാന്റെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന എന്റെ കൂടെയുള്ള കെ സി കുഞ്ഞുട്ടിക്കാന്റെ എളപ്പാന്റെ മോന് കെ സി അസീസ് സാഹിബ് ഇതിലേക്കുള്ള ജനാലും കട്ടിലും വാതിലും പൊളിയും എല്ലാം അദ്ദേഹം ഓഫർ എടുത്ത്. അപ്പൊ അവിടെ ഞങ്ങളെ തിരൂർക്കാട് ബാപ്പുട്ടി എന്ന തോണിക്കര ബാപ്പുട്ടിയോട് ഞാൻ ഇവിടെ സ്ഥല സൗകര്യം ചെയ്തു തരാൻ ചോദിച്ചിരുന്നു. അദ്ദേഹം മണ്ണാർക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളിൽ 4 സെന്റ് സ്ഥലം തരാമെന്ന് ഏറ്റിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങൾ നാസർക്ക ഒരു ക്യാൻസർ രോഗിയും കൂടിയാണ്. പക്ഷെ ദുനിയാവില് പടച്ചോൻ കൊടുത്ത ഈ ആരോഗ്യം ഒരുപാട് പാവങ്ങൾക്ക് താങ്ങാവുകയാണ് നാസർഖാന്റെ പ്രവൃത്തി. തന്നെ ആ രോഗം തന്നെ ഇല്ലാതായിട്ടുണ്ട്. അത് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനം കൊണ്ടാണെന്ന് ഉറപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മൾ ഈ കുട്ടിയുടെ ഉപ്പാക്കൊക്കെ ഒരു അഭിപ്രായം സ്വന്തം ഈ നാട്ടിൽ തന്നെ കിട്ടുമെങ്കിൽ ഉപകാരമായിരുന്നു. അങ്ങനെയാണ് ഈ മനുഷ്യസ്നേഹിന്റെ അടുത്ത് എത്തുന്നത്. കരിമ്പനക്കൽ അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞ ഈ വലിയ മനസ്സ്
നേരത്തെ കുറെ കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത മനുഷ്യസ്നേഹമാണ്. പടച്ചോൻ തന്ന സമ്പത്ത് അത് അള്ളാന്റെ എന്നുള്ള ഉറപ്പോടുള്ള, അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോണ മുതലെല്ലാന്നും ഇങ്ങനെയുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ സഹായം എന്റെ കയ്യിൽ അള്ള തന്നെ ഏൽപ്പിച്ചത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം, അത് എത്തിച്ചു കൊടുക്കണം, അതിന്റെ കടമയാണെന്നുള്ള ആ നെയ്യത്തോടെ ഇന്നിവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് ചോദിച്ച പാടിനെ മറ്റൊരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ ആ സ്ഥലം സൗകര്യം ചെയ്തുതരാം, അതിൽ വീട് പണി തുടങ്ങിക്കോളി, രജിസ്ട്രേഷൻ നാളെ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണെന്നുള്ള വലിയ സന്ദേശമാണ് ഞങ്ങളെ ആജിക്ക തന്നത്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ദുആ ചെയ്യണം ഇങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ. പടച്ചോൻ ഇങ്ങനെയുള്ളവർക്ക് സമ്പത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ആയുസ് കൊടുക്കട്ടെ. കാരണം മറ്റൊരു ദുരന്തങ്ങളോ വേദനകളോ വിഷമങ്ങളോ കേൾക്കുമ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്ത്, ആ നല്ല കാര്യങ്ങൾക്ക്, ആ വിഷമഘട്ടത്തിൽ ആ കുടുംബത്തിന് താങ്ങായി കൊടുക്കുക, തണലായി കൊടുക്കുക, അള്ളാഹിന്റെ അടുത്ത് പോകുമ്പോൾ ഇരു ലോകത്തേക്കും സമ്പാദിക്കുന്ന മനുഷ്യന് പടച്ചോനെ 4 മയ്യത്തും നമ്മളെ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലാണ് പിന്നെ പൊതുദർശനത്തിന് വെച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അതൊക്കെ നാട്ടിലെ നല്ല നല്ല കാര്യങ്ങൾ. ഇപ്പൊ എത്ര അജിക്കാക്ക് വയസ്സ്? 80 വയസ്സായിട്ടാ രണ്ടങ്ങള്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ആരോഗ്യം എന്താ അറിയാ, ഹൃദയത്തിൽ നന്മ ഉണ്ടായതുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പടച്ചോനെ മുതലാകുന്ന നെയ്യത്തോടെ ചെയ്യുന്ന മനുഷ്യനെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തോണ്ട്. ഒരു അപകടം പറ്റി ഒരാൾ മരണപ്പെട്ടതിന് ശേഷമാണ് പലപ്പോഴും നമ്മുടെ സഹായങ്ങൾ ഇങ്ങനെ വരുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതാത് മഹലിൻ്റെ കീഴിൽ കണ്ടെത്തിയിട്ട് ഭൂമിയില്ലാത്ത ആളുകൾക്കൊരു ഭൂമി മേടിച്ചു കൊടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഇത്രയും വലിയ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും ഭൂമിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ സഹായം ചെയ്തു കൊടുത്തിട്ട് അതൊരു വലിയ ഉപകാരമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ സന്തോഷങ്ങൾ പങ്കിട്ടെടുക്കും. ഇന്നിപ്പോൾ ആ വീട്ടിൽ അവർ കഴിയുമ്പോഴും അത് തങ്ങളുടെ മകള് മരണപ്പെട്ടതിന് കിട്ടിയതില്ലതൊരു വ്യസനം അവർക്ക് ഉണ്ടായിരിക്കും. പരമാവധി മഹല്ലുകളുടെ നേതൃത്വത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള, കാരണം ഒരുപാട് സമ്പന്നരായ ആളുകൾ നമ്മൾ പല രീതിയിൽ നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കുന്നുണ്ട്. ഇത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് കൂടി സഹായകമായ രൂപത്തിൽ നമ്മളൊന്ന് ആ പ്രവർത്തനങ്ങൾ ഏകോപിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ സന്തോഷമാവും. മറ്റൊന്ന്, ഇത്തരത്തിൽ നമ്മൾ വാഗ്ദാനം ചെയ്തതൊക്കെ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ അവിടെ വീട് ഞങ്ങൾ വെച്ചുതരാം, ഇവിടെ ഞങ്ങൾ വെച്ചുതരാം എന്ന് പറഞ്ഞിങ്ങനെ വന്നിട്ട് അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ അഭാവം കൊണ്ടോ, പക്ഷേ പിന്നീട് ഇത് പറഞ്ഞത് പിന്നീട് പ്രാവർത്തികമാകാത്തത് കൊണ്ടോ പൂർണ്ണമായിട്ട് നടപ്പിലാവാത്ത കേസുകൾ ഉണ്ടാവലുണ്ട്. ഏതായാലും ഇതങ്ങനെ ആകരുത്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു നഷ്ടപരിഹാരം പോലും ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഗതാഗത മന്ത്രി അവിടെ വന്ന് ഓരോ വീടുകളും സന്ദർശിച്ചു, അല്ലെങ്കിൽ അപകട സ്ഥലത്ത് വന്ന് വണ്ടി ഓടിച്ചൊരു ഏത് രീതിയിൽ അപകടം പറ്റി ഇതൊക്കെ പരിശോധിച്ചു. ഇതൊന്നുമല്ല, അതൊക്കെ വേണ്ടത് തന്നെയാണ്, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ആ കുടുംബത്തിന് ഒരല്പം കണ്ണുനീര് ഉണങ്ങാൻ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭൗതികമായുള്ള കുറച്ച് കാര്യങ്ങൾ, അവർക്കൊരു ധനസഹായം പ്രഖ്യാപിക്കുക. സർക്കാരിൻ്റെ ഭാഗത്ത് വന്ന റോഡിൻ്റെയും മറ്റു വീഴ്ച കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സർക്കാരാണ് ശരിക്കും ഏറ്റെടുക്കേണ്ടത്. ഇവിടെ സർക്കാരിന് കാത്തുനിന്നിട്ട് കാര്യമില്ലാതെ നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് നാട്ടുകാർ തന്നെ ഇടപെട്ടിട്ട് ആ ഒരു പാവപ്പെട്ട റിദ ഫാത്തിമയുടെ വീട്ടുകാർക്ക് ഒരു വീടൊരുക്കുക എന്നുള്ളൊരു സ്വപ്ന സാക്ഷാത്കാരം എത്തിയത്. ഏതായാലും സ്വർഗത്തിലിരുന്ന ആ മക്കളിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. തൻ്റെ ഉപ്പാക്ക് താൻ പോയാലും ഒരു വീട് തൻ്റെ പേരിൽ അവിടെ ഒരുങ്ങുന്നുണ്ടല്ലോ എന്നുള്ള റിദ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സന്തോഷമായിരിക്കും. അതൊരു വലിയ കണ്ണുനീരാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് ആ വരം കുട്ടികൾ സ്വർഗത്തിലാണ്. ഇനി അതിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കയും നമുക്ക് വേണ്ട. അവർക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം ജുമാൻ്റെ മുന്നേ ഖബറടക്കി അവർ ഷഹീദിൻ്റെ കൂലിയുണ്ട്. ജീവിച്ചിരിക്കുന്ന പാവങ്ങളായ അവരുടെ പ്രിയപ്പെട്ട ആളുകളുണ്ട്. അവരാണ് സങ്കടക്കടലിൽ കഴിയുന്നത്. അവർക്ക് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് മനഃശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു ലൈഫിലേക്ക് അവർ തിരിച്ചു വരട്ടെ. ഓരോ നാട്ടിലും ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ തന്നെ ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ മാറും. എത്ര ആളുകൾ മുന്നോട്ട് വന്നാലും ഒരു സർക്കാർ സംവിധാനങ്ങളെ പോലെ ആവില്ല. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നാൽ ഈ വയനാടുള്ള മുണ്ടക്കൈ ചൂരൽ മേഖലയിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുത്ത പോലെയാവും. ഒന്നും നടക്കാൻ പോകാതെ അവിടെ ഇപ്പോൾ സമസ്ത അവിടുത്തെ ആ മരണപ്പെട്ട ഒരു ഉസ്താദിന് വീട് വെച്ചു കൊടുത്തു. അങ്ങനെ സന്നദ്ധ സംഘടനകളുടെ വീടുകൾ മാത്രമാണ് ആശ്രയമുള്ളത്. അവിടെയാണ് ഇത്തരം ഒരു കൂട്ടായ്മ വിജയവും പ്രതീക്ഷയും ഉള്ളത്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ഹദീസുണ്ട്, അസ്വദഖത്തു റദ്ദുൽ ബലായ. ഇതിൻ്റെ ആശയം എന്താണെന്നുള്ളതാണ്. ഞാൻ 2 ആശയങ്ങൾ പറയാം. ഒന്ന്, ദാനധർമ്മം ആപത്തുകളെ തടയും. മറ്റൊന്ന്, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും ഒരു സ്വതക്കയാണ്. ഇതിലേതാണ് ഈ ഒരു ഹദീസിൻ്റെ അസ്വദഖത്തു റദ്ദുൽ ബലായ എന്ന ഹദീസിൻ്റെ ആശയമെങ്കിൽ നിങ്ങൾ ശരിയുത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.